പരത്തിവിടുന്ന കബീറത്താണ്. ഹദീസിലുണ്ട്, ഇസ്രാഇന്റെ രാത്രിയിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുന്ന ആൾക്കുള്ള ശിക്ഷ കണ്ടു. എങ്ങനെ ശിക്ഷ? അയാളെ തൊള്ളന്റെ ഒരു ഭാഗം ഇങ്ങനെ കീറിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും, കീറുകയാണ്. അങ്ങനെ ഇവിടെ എത്തിയാൽ പിന്നെ മറ്റേ ഭാഗം ഇങ്ങനെ കീറും. ഈ ഭാഗം കീറുമ്പോഴേക്ക് ഈ ഭാഗം പൂർണ്ണമായിട്ടാണ്, പിന്നെയും അത് കീറും. അവിടെ കീറുമ്പോഴേക്ക് മറ്റേ ഭാഗം പൂരിപ്പിച്ചിട്ട് പിന്നെയും അത് കീറും. ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഒരു കളവ് പറയും. ആ കളവ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ശ്രമിക്കും. അതാണ് ഇപ്പൊ ഷെയർ ചെയ്യാന്നാണ് പരിപാടി. ഒരാളൊരു കളവ് പറയാ, ആ കളവെല്ലാവരും ഷെയർ ചെയ്തതിൽ പങ്കാളികളാകുക. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. നമ്മൾ ഫാസിഖീങ്ങളായിക്കൂടാ, ഫിസ്ക് വന്നുകൂടാ. കളവ് വായിക്കരുത്, കളവ് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കരുത്, കളവ് എഴുതി പിടിപ്പിക്കരുത്. കളവ് എഴുതിയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. ആ കളവ് വായിച്ച് അംഗീകരിച്ച ഒരൊറ്റ ആള് മതി നമ്മുടെ ആഖിബത്ത് മോശമാകാൻ. കുറെ ആളൊന്നും വേണ്ട. അതുകൊണ്ട് അത്തരത്തിലുള്ള കള്ളം പറയുന്ന ഏർപ്പാട്, കള്ളം മീതുന്ന ഏർപ്പാടിൽ നിന്ന് നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തെ മോചിപ്പിക്കേണ്ടതുണ്ട്. നഊദു ബില്ലാഹ്. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരിക്കലും കളവ് ചേരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരാൾ ചോദിച്ചു, നബിയെ, ഹൽ യസിനിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ വ്യഭിചരിക്കുമെന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞൊരു പക്ഷെ അങ്ങനെ ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു. ഉണ്ടായേക്കാം എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തേക്കുന്നു പറഞ്ഞു. രണ്ടാമത് ചോദിക്കും, ഹൽ യസിനിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ മോഷണം നടത്തുമോ നബിയെ? ഒരു പക്ഷെ അതും ഉണ്ടായേക്കാം, അവന്റെ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തേക്കുന്നു പറഞ്ഞു. ഹൽ യക്ദിബുൽ മുഅ്മിൻ, മൂന്നാമത്തെ ചോദ്യം, മുഅ്മിൻ കള്ളം പറയോ നബിയെ? ലാ, ഒരിക്കലും കള്ളം പറയൂല. അത് ഈമാനോട് ചേരൂല. കളവൊരു നിലക്കും ചേരൂല. കളവ് പറയാൻ പാടില്ല, കളവ് പ്രചരിപ്പിക്കാൻ പാടില്ല, കളവ് വായിക്കാൻ പാടില്ല, കളവ് എഴുതാൻ പാടില്ല. ഇതൊക്കെ ഫിസ്ക് വരാൻ പാടില്ല. ഈമാന്റെ സലാമത്തിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കണം.